നമസ്കാരം. എല്ലാവർക്കും ഇന്ന് റിലീസായ DC സിനിമ ഇന്ന് പോയി കണ്ടു. ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് പ്യുവർ ഒരു ആക്ഷൻ സിനിമയാണ്, ആക്ഷൻ വയലൻസ് സിനിമയാണ്. ഇതിൽ എസ്പെഷ്യലി ആദ്യം എനിക്ക് തോന്നിയത് ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളി ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ട്, പക്ഷേ നമ്മൾ ഡയറക്ഷനിൽ നമ്മൾ പുള്ളിനെ കണ്ടിട്ടുണ്ട്. പുള്ളി ഭയങ്കര അടിപൊളിയാണ് ഡയറക്ഷൻ വൈസ് നോക്കുമ്പോൾ. അതേ ഒരു എക്സ്പീരിയൻസ് തന്നെ നമ്മൾ അഭിനയത്തിൽ വരുമ്പോൾ നമുക്കതിൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും DC എന്ന മൂവിയിൽ. പ്രത്യേകിച്ച് പുള്ളി ആ ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നതും പുള്ളി ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നതായാലും പുള്ളിൻ്റെ ആക്ഷൻ സീക്വൻസുകളായാലും പുള്ളി ഭയങ്കര വെടുപ്പും വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അരുൺ മധേശ്വരൻ ഈസ് എ വണ്ടർഫുൾ ആക്ഷൻ ഫിലിം ഡയറക്ടർ എന്ന് ഞാൻ പറയും. കാരണം പുള്ളി കൊടുക്കുന്ന ഒരു സെറ്റ് പീസസ് ഉണ്ട്, പുള്ളി കൊടുക്കുന്ന ഓരോ എലമെൻസുകൾ, ഓരോ ആക്ഷൻ്റെ സമയത്തും കൊടുക്കുന്ന ഒരു ബിൽഡപ്പ്, ഇതെല്ലാം നമുക്ക് വളരെ എൻഗേജിങ് ആയിട്ട് വളരെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി DC മൂവിയിൽ എനിക്ക് പെർഫോമൻസുകളുടെ മേലെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് തന്നെയാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ആ പടത്തിനെ ഒന്നുകൂടെ എലവേറ്റ് ചെയ്യാനും ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടുള്ള സ്കോറുകൾ പോകുന്നതിലായാലും സോങ്സ് ആയാലും നമ്മൾ ഓൾറെഡി ട്രാക്ക് കേട്ടാണ്. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ആൻഡ് ഓൾസോ പുള്ളീൻ്റെ ഒരു റിമാർക്കബിൾ പ്രൊജക്റ്റാണ് DC എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് അനിരുദ്ധിൻ്റെ കരിയറിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് തന്നെയാണ് ഇത് DC. പിന്നെ അരുൺ മധേശ്വരൻ്റെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റോക്കി ആയാലും ക്യാപ്റ്റൻ മില്ലർ ആയാലും നല്ലൊരു ക്വാളിറ്റിയുള്ള പടങ്ങളായിരുന്നു ഇത് രണ്ടും. പിന്നെ ക്യാപ്റ്റൻ മില്ലറിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് പടം ഡിമ്മായി പോയത്. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ച് അതിൻ്റെ മേലെ അരുൺ മധേശ്വരൻ്റെ കരിയറിൽ തന്നെ അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് DC ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറേ നല്ല എലമെൻസുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാമിക ഗബ്ബി നല്ലൊരു റോളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ തമ്മിലുള്ളൊരു സ്റ്റോറിയാണ്. ദേവദാസ് ആൻഡ് ചന്ദ്ര നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റോറിയാണ്. അതിൽ പാർവതി എന്ന് പറഞ്ഞ ക്യാരക്ടറും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ജോണർ വൈസും ഇങ്ങനത്തെ ഈ ക്രൈം ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ ഈ സിനിമയുടെ കഥ വളരെ പുതുമയുള്ള ഒരു കഥയൊന്നും അല്ലെങ്കിൽ പോലും ഇത് നമ്മൾ അത്യാവശ്യം നല്ല പിടിച്ചിരുത്തുന്ന ടൈപ്പിലാണ് ഈ ഒരു മേക്ക് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, പിന്നെ എനിക്കൊക്കെ പേഴ്സണലി ഒരു കുറച്ച് പേസിങ് കുറച്ച് സ്ലോ ആയി തോന്നുമ്പോഴും എനിക്ക് ആ പടം ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം ഒരു ചില സിനിമകൾക്ക് ഒരു ബിൽഡപ്പിന് ചെറിയൊരു സ്ലോ പേസ് ആവശ്യമാണെന്ന് കരുതുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. തിയേറ്ററിൽ പോയിട്ട് നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഒരു റോ ഫീലാണ് മൊത്തത്തിൽ പടം. ആ എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ഒതന്റിസിറ്റി, അതിൻ്റെ ആ ഒരു ടെറൈനും ഒരു ആംബിയൻസും പിന്നെ പെർഫോമൻസും മ്യൂസിക്കും സിനിമോട്ടോഗ്രാഫിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വെൽ മെയ്ഡ് സിനിമയായിട്ടാണ് തോന്നുന്നത്. പേഴ്സണലി ഐ റിയലി എൻജോയ്ഡ് ദിറ്റ് മൂവി. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.